എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. വയലാർ രചിച്ച് യേശുദാസ് പാടിയ വളരെ പഴയൊരു സിനിമ ഗാനത്തിൻ്റെ ഈരടികളാണ്. തൻ്റെ കവിതകളിലെല്ലാം തൻ്റെ ഗാനങ്ങളിലെല്ലാം താത്വിക ദർശനങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്ന വയലാറിൻ്റെ ഈ ഗാനത്തിലും താത്വിക ദർശനങ്ങൾ വളരെയധികമുണ്ട്. ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു. ദുഃഖങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ മുറിയെടുക്കാൻ ആർക്കെങ്കിലും സാധിക്കും? നമ്മുടെ സന്തത സഹചാരിയായി, ഒരു സുഹൃത്തായി, ഒരു നിഴലായി ദുഃഖം നമ്മുടെ കൂടെ സഞ്ചരിക്കുകയാണ്. ഒരുപക്ഷെ ദുഃഖം നമ്മുടെ മുൻപേ ഓടുകയാണ്. നമ്മൾ രാവിലെ ഒരു കട്ടൻ കാപ്പിയും പത്രവുമായിട്ടിരിക്കുമ്പോൾ ദുഃഖം നമുക്ക് മുൻപേ എഴുന്നേറ്റ് കട്ടിലേൽ ഇരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ രാത്രിയിൽ ഉറങ്ങിയാലും ദുഃഖം ഉറങ്ങാത്ത അനുഭവം. ദുഃഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഒളിച്ചോടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ആയുസ്സിന് നമുക്ക് ദൈർഘ്യം കൂട്ടാൻ സാധിക്കുമായിരിക്കും. മരണത്തോട് നമുക്ക് വേണമെങ്കിൽ പറയാം, മരണമേ, ഇന്ന് നീ എന്നെ ശല്യപ്പെടുത്തരുത്. ഒരുപക്ഷെയെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളിലും നമ്മുടെ ഭിക്ഷുക്കന്മാരും നമ്മുടെ നേഴ്സിംഗ് സമ്പ്രദായവുമൊക്കെ രോഗികൾക്ക് ദിവസങ്ങൾ എണ്ണം കൂട്ടി കൊടുക്കുന്നവരാണ്. പക്ഷെ ദുഃഖങ്ങൾക്ക് അവധി കൊടുക്കാൻ, ദുഃഖങ്ങളെ മാറ്റി നിർത്താൻ, ദുഃഖങ്ങൾക്കൊരു ചികിത്സ കൊടുക്കാൻ നമ്മളാരും പഠിച്ചിട്ടുമില്ല, നമ്മൾ അറിഞ്ഞിട്ടുമില്ല. ദുഃഖങ്ങൾ നമ്മൾ പിന്തുടരുകയാണ്. ദുഃഖങ്ങളിൽ കുതിരി ഓടാമെന്ന് വിചാരിക്കാം. ദുഃഖങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടി കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പുറകെ പോകുന്ന എന്തുമാത്രം ആളുകൾ ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും മാസ്മരികതയിൽ നിന്ന് നാമൊക്കെ പിടിവിട്ട് കഴിയുമ്പോൾ പിന്നെയും നമ്മുടെ ഒപ്പം ദുഃഖം കൂടുകയാണ്. അങ്ങനെ ദുഃഖത്തെ ഇല്ലായ്മപ്പെടുത്താൻ ശ്രീബുദ്ധൻ ആണ് ലോകചരിത്രത്തിലെ ദുഃഖങ്ങൾക്കെന്തെങ്കിലും ഒരു മരുന്ന് ശ്രീബുദ്ധൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. ശ്രീബുദ്ധൻ പറയുന്നു, ദുഃഖം നിങ്ങളുടെ ഡിസയറാണ്, നിങ്ങളുടെ ആഗ്രഹമാണ് ദുഃഖം, നിങ്ങളുടെ സ്വപ്നങ്ങളാണ് നിങ്ങളുടെ ദുഃഖം. അതുകൊണ്ട് ആഗ്രഹവും സ്വപ്നങ്ങളും ഇല്ലെങ്കിൽ ദുഃഖം ഒരിക്കലും നിങ്ങളെ പിന്തുടരുകയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രീബുദ്ധനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരാരാണുള്ളത്? ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരാരാണുള്ളത്? ഈ സ്വപ്നങ്ങൾക്കും ഈ സ്വപ്നങ്ങളെയെല്ലാം ഈ ദുഃഖങ്ങളെയെല്ലാം സഹനമാക്കിയ യേശു തമ്പുരാൻ്റെ അടുത്താണ് നമ്മൾ അണയേണ്ടത്. യേശു ദുഃഖത്തിൽ നിന്നും കുതറിയോടിയ വ്യക്തിയല്ല. ഈ ദുഃഖത്തെ, ഈ കുരിശിനെ ആശ്ലേഷം ചെയ്ത വ്യക്തിയാണ്. ദുഃഖങ്ങൾ ഇതുപോലെ അനുഭവിച്ച ഒരു മനുഷ്യരൂപത്തെ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. സഹനത്തിലേക്ക് കടക്കുന്ന ഒരു ദുഃഖം, അതൊരു പ്രോസസ്സിംഗ് ആണ്. അതൊരു ആത്മീയ ഭാവമുള്ളവർക്ക് ഈ ദുഃഖത്തിൽ നിന്ന് സഹനത്തിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. യേശുവിൻ്റെ സഹനശാസ്ത്രം അതാണ്. സഹിക്കുക, സഹനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുക,
അൽഫോൻസാമ അതാണ് ചെയ്തത്. അൽഫോൻസാമയുടെ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് തൻ്റെ ദുഃഖങ്ങളെയെല്ലാം സഹനമാക്കി മാറ്റിയ ഒരു ജീവിതമാണ് അൽഫോൻസാമയുടെ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദുഃഖങ്ങൾ പേറുന്ന ഒത്തിരി പേരുണ്ട്. അവരുടെ സഹനത്തിലാണ്, ആ സഹനമാക്കി മാറ്റിയപ്പോഴാണ് അവരൊക്കെ വിശുദ്ധിയുടെ ശ്രോതാക്കളുമായിട്ട് മാറിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവരും ദുഃഖത്തിൽ നിന്ന് സഹനത്തിലേക്ക് തിരിച്ചു വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, യേശുവിൻ്റെ സഹനത്തിലേക്ക് വരണമെന്ന് വിനീതമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.